ജയൻ, പ്രതിഷേധിക്കുന്നത് ഇടതുപക്ഷമാണ്. അത് പ്രതിഷേധിക്കുന്നത് സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ഒരുപാട് മുദ്രാവാക്യങ്ങളുടെ ഘടകവിരുദ്ധമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾക്കെതിരെയാണ് ഈ ഭാരതാംബയുടെ ചിത്രവും അല്ലെങ്കിൽ അതിൽ കൊണ്ടുവന്ന ഭൂപടവും അടക്കം എന്നതുള്ളത് കൊണ്ടാണ്. കോൺഗ്രസിന് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ലേ? ഭാരതാംബ എന്നത് കവികളുടെ ഭാവന മാത്രമാണ്. അത് ഒരു ഭരണഘടന പ്രകാരമുള്ള ഒന്നല്ല. ഇവിടെ രാജ്ഭവനെ RSS വൽക്കരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കേരള സർക്കാർ ഇതുവരെ ഇത്രയും വർഷങ്ങളായി പരിസ്ഥിതി ദിനം ജൂൺ 5 രാജ്ഭവനിൽ വെച്ചല്ല നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ വർഷം ആദ്യമായി സർക്കാർ ഗവർണറോട് ആവശ്യപ്പെട്ടതാണോ ഗവർണർ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണോ എന്നറിയില്ല, പരിസ്ഥിതി ദിനം രാജ്ഭവനിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. നല്ല കാര്യം. പക്ഷേ അവിടെ ഒരു അജണ്ട ഗവർണർക്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഭാരതാംബ എന്ന് പറയുന്നത് ഞങ്ങൾ ആരും അതിന് വിരുദ്ധരല്ല. ഭാരതാംബയുടെ പടം വയ്ക്കുന്നതോ ഭാരതാംബയുടെ പടത്തിൽ ഹാരം ചാർത്തുന്നതോ അതിനകത്ത് പുഷ്പ അർച്ചന നടത്തുന്നതോ പുഷ്പ അഭിഷേകം നടത്തുന്നതോ ഒന്നും കോൺഗ്രസ്സുകാരല്ല. പക്ഷെ ഭരണഘടനാപരമായ ഒരു സ്ഥാപനത്തിൽ ഭരണഘടനാ തലപ്പത്തിരിക്കുന്ന ഒരാൾ അവിടെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിലാണ് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം. നമുക്കറിയാമല്ലോ, ഈ ഭാരതാംബ ശരിക്കും പറഞ്ഞാൽ ബംഗാൾ സ്കൂൾ ഓഫ് ആർട്ടിൽ ബംഗാൾ മാത, അതായത് RSS രൂപീകരിക്കുന്നതിനൊക്കെ മുമ്പ് ശരിക്കും പറഞ്ഞാൽ ആദ്യം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കസിൻ, അതായത് അവനീന്ദ്രനാഥ ടാഗോറാണ് ഇങ്ങനെ ഒരു പടത്തിന് രൂപം നൽകുന്നത്. ശാന്തമായ സ്ത്രീരൂപം, അതിനകത്ത് ഒരു കയ്യിൽ വസ്ത്രം, ഒരു കയ്യിൽ വൈജ്ഞാനിക പുസ്തകം, ഒരു കയ്യിൽ ജപമാല, ഒരു കയ്യിൽ അതേപോലെ തന്നെ നെല്ല്, അതായത് കറ്റ. അങ്ങനെ ശാന്തരൂപമായ ഒരു സ്ത്രീ രൂപമാണ് അന്ന് ഈ അവനീന്ദ്രനാഥ ടാഗോർ രൂപം നൽകിയത്. എന്നാൽ പിന്നെ RSSകാർ എന്ത് ചെയ്തു? കാവിക്കൊടി ഏന്തുന്ന ഭാരതാംബയായി അതിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നു. ഞങ്ങൾക്കതിലൊന്നും എതിർപ്പില്ല. ഇപ്പോൾ കാവിക്കൊടി പിടിക്കുന്ന ഭാരതാംബയായാലും നമുക്കറിയില്ല, ഇപ്പോൾ അമ്പലങ്ങളിൽ ഉത്സവങ്ങളിൽ അവിടെയൊക്കെ കാവിക്കൊടി കെട്ടുകയാണ്. അതിനൊന്നും ഞങ്ങൾ എതിരില്ല. അതൊക്കെ അവരുടെ രാഷ്ട്രീയപരമായ നിലനിൽപ്പായിരിക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഭാരത് മാതാ കി ജയ്. ഞാൻ ചോദിക്കട്ടെ, ഭാരത് മാതാ കി ജയ് ആദ്യം വിളിച്ചത് ഞങ്ങളാണ്. എപ്പോഴാണ്? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ജവാന്മാർ വിളിച്ചു, ആ സമര പോരാളികൾ വിളിച്ചു, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. ജവാന്മാർ വിളിച്ചതാ, സ്വാതന്ത്ര്യ സമര സേനാനികളാ. അന്നൊന്നും ഈ RSSകാരില്ല. RSS രൂപീകരിച്ച 1925 മുമ്പേ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുമല്ല ആദ്യം വിളിക്കുന്നത് 1873 നാര അസുള്ള ഖാനാണ്. അസുള്ള ഖാനാണ് ആദ്യമായി ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത്. അത് അവസാനം RSSകാരുടെ അവകാശമാക്കി. വിളിച്ചോട്ടെ, അത് ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഇവിടെ കേരള രാജ്ഭവനെ അത് രാഷ്ട്രീയപരമാക്കി മാറ്റാനുള്ള, ഭരണഘടന സംവിധാനത്തെ മാറ്റാനുള്ള ഗവർണറുടെ തീരുമാനം. ഞാൻ ഒരു കാര്യം പറയാം. മുമ്പിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഒളിഞ്ഞും പതുങ്ങിയുമാണ് കേരളത്തെ രാഷ്ട്രീയ RSS വൽക്കരിക്കാൻ ശ്രമിച്ചതെങ്കിൽ പരസ്യമായി അർലേക്കർ ഇവിടെ ഇപ്പോൾ അത് ശ്രമിച്ചിരിക്കുകയാണ്. തുടക്കമാണ്. അദ്ദേഹം പറയുന്നത് ഇനി എല്ലാ പരിപാടിക്കും ഇത് ചെയ്യുമെന്നാണ്. ഭാരത് മാതാവിൻ്റെ പടം വയ്ക്കും. ഞങ്ങളത് എതിരില്ല. പക്ഷേ അത് രാജ്ഭവൻ എന്നുള്ള ഭരണഘടനാ സംവിധാനമാണ്. അവിടെ പുഷ്പാർച്ചനയും പുഷ്പാഭിഷേകം നടത്തുന്നത് ഇതൊരു മതേതരത്വ രാജ്യമാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അടുത്ത മുഖ്യമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കുമ്പോഴും ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതും ഇതേ വേദിയിലാണോ? ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ അങ്ങേയറ്റം പ്രശംസിക്കുകയാണ്. അദ്ദേഹം എടുത്ത തീരുമാനം, അദ്ദേഹം എടുത്ത നിലപാട്, ഇതേ ഈ ഗവർണറെ തിരിച്ചു പിടിക്കാൻ CP ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം ഈ ആദ്യ റൗണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെയാണ് പോയത്? അദ്ദേഹം ഒളിവിലാണോ? കേരളത്തിലെ മുഖ്യമന്ത്രി ചെറിയ വിഷയങ്ങൾ പോലും വൈകുന്നേര സമയങ്ങളിൽ 1 മണിക്കൂർ പത്രക്കാരോട് സംവാദിക്കാനുള്ള അദ്ദേഹം ഒരു മിണ്ടാട്ടമില്ല. എന്തുകൊണ്ടാണ്?
എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മിണ്ടാത്ത? RSS കേരള രാജ്ഭവനിൽ RSS വൽക്കരിക്കാൻ കഴിയില്ല എന്ന് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെ പോയി? അവിടെയാണ് നെക്സസ് ബിറ്റ്വീൻ ഈ RSSും BJPയും തമ്മിലുള്ള BJPയും CPM തമ്മിലുള്ള നെക്സസ്, അന്തർധാര ഞങ്ങൾ പറയാറില്ലേ? അതിൻ്റെ ഫലമായിട്ടാണ് കേരള ഹൗസിൽ കാപ്പി കുടിച്ചത്. ആരൊക്കെയാ? കേരള ഗവർണറാ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇഡ്ഡലിയും സാമ്പാറും വെച്ച് കൊടുത്തത്. അവിടുത്തെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു? ഫിനാൻസ് മിനിസ്റ്റർ, ഇന്ത്യ രാജ്യത്തെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. എനിക്കൊന്ന് CPM ഗസ്റ്റ് അഡ്വക്കേറ്റ് ശ്രീ എ സമ്പത്ത് അല്പസമയത്തിനകം വരും. നമുക്ക് ആ ഒരു റൗണ്ടിലേക്ക് ആ ചോദ്യം കൂടെ വെക്കാം. എന്തുകൊണ്ടാണ് CPIയുടെ ആത്മാർത്ഥത CPM ഈ വിഷയത്തിനകത്ത് എടുക്കാത്തത് എന്നുള്ളത് BJP പാനലിസ്റ്റിലേക്ക് പോയ ശേഷം ശ്രീ